തന്നെയാണ് മോനെ നല്ലത്. നീ പോകുന്നതിൽ വിഷമമില്ലാത്തത് കൊണ്ടല്ല, നീ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഉപ്പയും അമ്മയും അവൻ്റെ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ടതും ഹനുവിൻ്റെ മനസ്സിലൊരു നീറ്റിലുണ്ടായിരുന്നു. അതൊന്നും പുറത്ത് കാണിക്കാതെ അവൾ മുറിയിലേക്ക് ചെന്നു. ഫോണിൽ അവൾക്കൊപ്പമുള്ള സെൽഫി പിക്ക് എടുത്ത് അവൾ ദിയയിലേക്ക് വിരലോടിച്ചു. എവിടെയാ ബാബി? എൻ്റെ കാക്കുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ തിരിച്ചു വന്നൂടെ? അതിലേക്ക് നോക്കിക്കൊണ്ട് അവൾ സ്വയം പറഞ്ഞു. ഹനു. ഷാനുവിൻ്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. ദിയയെ കാണാത്തതിൽ നിന്നേക്കാൾ വിഷമിക്കുന്നവനാണ് ഞാൻ. അതിൽ പിന്നെ നീയും എന്നെ അകറ്റി. 2 വിഷമങ്ങളും എനിക്ക് ഒരുമിച്ച് സഹിക്കാനാവുന്നില്ല. എല്ലാം കാക്കു കാരണമല്ലേ? അന്നേ ഞാൻ പറഞ്ഞതാ ഇതിനൊക്കെ കാക്കു അനുഭവിക്കുമെന്ന്. ഇപ്പം മനസ്സിലായില്ലേ? ശരിയാണ്, ഞാൻ അനുഭവിച്ചു. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും എൻ്റെ വിഷമം അവസാനിക്കില്ല. എങ്കിലും പോണം. എന്നെ കാണാതിരുന്നാൽ നിനക്കെങ്കിലും ആശ്വാസം കിട്ടുമെങ്കിൽ അത് നടക്കട്ടെ. എന്താ കാക്കു ഈ പറയുന്നേ? കാക്കുവിന് തോന്നുന്നുണ്ടോ കാക്കു പോയാൽ ഞാൻ സന്തോഷിക്കുമെന്ന്? കാക്കുവിനോട് വെറുപ്പ് കാണിക്കുന്നത് ഭാവിയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രമാണ്. പറ്റിപ്പോയി. ആത്മാർത്ഥമായി മാത്രമേ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുള്ളൂ. ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ വിട്ടുപോയി. നീയും ഇപ്പോൾ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. എന്നോട് കുറുമ്പ് കാണിക്കുന്ന എൻ്റെ പഴയ പെങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കാക്കു. അവൾ കണ്ണീരോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നോട് ക്ഷമിക്കൂ കാക്കു. ഞാൻ എൻ്റെ സങ്കടത്തെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. സോറി. സാരമില്ല, അത് ഞാൻ വരുത്തി വെച്ചതാ. നീ പറയും പോലെ എല്ലാറ്റിനും ഉള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ കാക്കു. അല്ലാതെ എൻ്റെ കാക്കു ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. കാക്കു ഇപ്പോൾ വിഷമിക്കുന്നതിനൊക്കെ പടച്ചവൻ ദിയെ കാക്കുവിൻ്റെ കൺമുന്നിൽ എത്തിക്കും. അവൻ പുഞ്ചിരിയോടെ ഒന്ന് മൂളി. ഈ കാക്കുവിനിപ്പോൾ ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിന്റെ വിവാഹം. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് അത് നടന്നു കാണണം എനിക്ക്. അപ്പോൾ കാക്കു പോകാൻ തന്നെ തീരുമാനിച്ചോ? പോണം മോളെ. നമ്മുടെ ഉമ്മയും ഉപ്പയും ഇനിയും എനിക്ക് വിഷമിപ്പിക്കാനാവില്ല. എന്നെ കാണുന്തോറും അവരുടെ മനസ്സിൽ വിഷമം മാത്രമേ ഉണ്ടാവൂ. കാക്കു പോയാൽ അവരുടെ വിഷമം തീരുമെന്നാണോ? അതിനുള്ള വഴിയാണ് ഞാനീ പറയുന്നത്. എൻ്റെ മോളതനുസരിക്കണം. നീ വിവാഹത്തിന് സമ്മതിക്കണം. നിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് നിന്റെ കുട്ടിക്കുറുമ്പുകളെയൊക്കെ കാണുമ്പോൾ അവരുടെ സങ്കടമൊക്കെ താനെ മാറിക്കോളും. അപ്പോൾ കാക്കു ഇവിടുന്ന് പോയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്നല്ലേ? എന്തിനാ കാക്കു ഇങ്ങനെ സ്വയം നേർന്നത്? ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഞാൻ കാരണമല്ലേ നീ ഈ വിവാഹത്തിന് ഇപ്പോൾ സമ്മതിക്കാത്തത്? നിന്റെ ബാബി എന്ന് വരുമെന്ന് കരുതിയാണ് നീ നിൽക്കുന്നത്. പ്രായമായി വരുന്ന മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ മക്കളെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ്. എൻ്റെ കാക്കു ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കാക്കു? എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയായി. നീയെങ്കിലും അവർക്ക് സന്തോഷം കൊടുക്കണം. അവർ സന്തോഷിക്കണം. എങ്കിൽ നീയെങ്കിലും ഹാപ്പിയായി ജീവിക്കുന്നത് അവർ കാണണം. അതിനുവേണ്ടിയാ കാക്കു ഈ പറയുന്നത്. മോൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷേ കാക്കു എനിക്ക് വാക്ക് തരണം. അതെന്താ? 1 വർഷം കൂടി കഴിഞ്ഞിട്ടും ഭാബി തിരിച്ചു വന്നില്ലെങ്കിൽ കാക്കു വേറെ വിവാഹം കഴിക്കാമെന്ന്. അത് കേട്ടതും ഷാൻ ഞെട്ടി. നോ, ഈ ജന്മം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് കാരണക്കാരനായവനാണ് ഞാൻ. ആ കണ്ണീർ ഒരു ശാപമായി എൻ്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാം കാക്കു ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്ന്. കാക്കു പോവേണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ കാക്കു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാക്കുവിൻ്റെയും വിവാഹം അന്ന് നടക്കണം. കാക്കു പോയി വരുന്നത് വരെ ഞാൻ ഇങ്ങനെ നിന്നോളാം. അവർക്ക് ധൃതിയുണ്ടെങ്കിൽ വേറെ പെണ്ണെ നോക്കട്ടെ. 19 വയസ്സല്ലേ എനിക്കായുള്ളൂ. ഞാൻ മൂത്ത് നിറച്ചിട്ടൊന്നുമില്ലല്ലോ. വിവാഹം നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ നടക്കട്ടെ. മോളെ, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. അറിയാലോ കാക്കുവിനെന്നെ. ഞാനൊന്ന് തീരുമാനിച്ച പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന്. അത്രയും പറഞ്ഞ് അവർ മുറിവിട്ടു പോയതും ഷാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഇല്ല, ഇനിയും മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം ഞാൻ കാരണം നശിക്കാൻ പാടില്ല. ഒരു പെണ്ണിൻ്റെ ഈ കണ്ണുനീർ ഞാൻ കാരണം ഒഴുകാൻ പാടില്ല. പക്ഷേ ഹനു, ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കുമോ? ഷാൻ വിഷമത്തോടെ ഇറങ്ങാൻ നിന്നതും ബെഡിൽ കിടക്കുന്ന ഹനുവിൻ്റെ ഫോൺ അവൻ്റെ കണ്ണിലുടക്കി. അവൻ അടുത്തു ചെന്ന് അത് കയ്യിലെടുത്തതും പുഞ്ചിരിയോടെ ഹനുവിൻ്റെ കൂടെ നിൽക്കുന്ന ദിയയെ കണ്ടതും അവൻ്റെ വിരലുകൾ അവളുടെ മുഖത്ത് തലോടി. എവിടെയാ പെണ്ണേ നീ? ഞാൻ എന്ന ഓർമ്മകൾ പോലും അവസാനിച്ചോ? തൻ്റെ ഫോണിലേക്ക് ആ പിക്ക് സെൻഡ് ചെയ്ത് അവൻ പുറത്തേക്കിറങ്ങി. ഉറക്കമില്ലാത്ത രാത്രികളിൽ അവന് കൂട്ടായി ആ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമായിരുന്നു അവന് കൂടെ ഉണ്ടായിരുന്നത്. അവൻ്റെ ചുണ്ടുകൾ പോലും
അവളുടെ മുഖത്തെന്ന പോലെ സ്ക്രീനിലേക്ക് പതിച്ചു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടടി നിന്നെ. അവൻ ഇടയ്ക്ക് അവളിലേക്ക് നോക്കിക്കൊണ്ട് പറയും. പ്രണയം എന്താണെന്ന് അറിയുന്നു ഞാൻ നിന്നിലൂടെ. അത് അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ല. ഷാൻ, ഞാൻ ഇന്നലെ MD വിളിച്ചിരുന്നു. നിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ആള് മലയാളിയാണ്. മദ്രാസിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ച് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഡോക്യുമെൻസുമായി ഈ മൺഡേ ആവുമ്പോഴേക്കും അവിടെ എത്തണം. മറ്റന്നാൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതുവരേക്കും നീ ഒന്ന് പ്രിപ്പയർഡ് ആവുക. അവൻ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. എങ്കിൽ ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 2 ദിവസം വല്ല ഹോട്ടലിലും തങ്ങാം. അത് വേണ്ട മനു, നീ അഡ്രസ്സ് തന്നാൽ മതി. ഞാൻ തനിച്ചു പോയിക്കോളാം. നീ തനിച്ചെങ്ങനെ? നിനക്ക് അത്രയല്ലേ ലീവുള്ളൂ? അത് നിന്റെ ഭാര്യയോടും കുഞ്ഞിനോടും ഒപ്പം ചെലവഴിക്കേണ്ട നിമിഷങ്ങളാണ്. നീ അവരുടെ കൂടെ ഒന്നിച്ച് തന്നെ വേണം. എന്നാലും നിന്നെ എങ്ങനെയാടാ ഞാൻ തനിച്ചു വിടുന്നത്? ഇതേ ചോദ്യം ഞാൻ ഒരിക്കൽ അവളോട് ചോദിച്ചതാ. അന്ന് അവൾ പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ തനിച്ചാണ് എന്നാണ്. അതുപോലെ തന്നെയല്ലേ ഞാനും. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞാൻ തനിച്ചല്ലേ. പിന്നെ ഈ ഒരു ചെറിയ യാത്രയിൽ മനുവിനും അവൻ പറയുന്നത് കേട്ടു നിൽക്കാൻ മാത്രമേ ആയുള്ളൂ. പോട്ടെ ഉമ്മ. ഷാൻ ബാഗുമെടുത്ത് ഇറങ്ങി ഉമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. സ്റ്റേഷൻ വരെ ഞാൻ വരണോ? ഉപ്പ ചോദിച്ചു. വേണ്ടപ്പാ, മനു ഉണ്ട്. അവൻ പിന്നെ ഹനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പോട്ടെ മോളെ. കാക്കു പോയി വാ. അവൻ വിഷമത്തോടെയായിരുന്നു ഇറങ്ങിയത്. നോക്കി നിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഹനു സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ടകത്തേക്കോടി. പോവാ മനു, അവൻ ബൈക്കിൽ കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു. 2 ദിവസത്തേക്കാണെങ്കിലും നെഞ്ചു പിടയുന്ന വേദനയോടെ ഉമ്മയും ഉപ്പയും അവൻ കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ നോക്കി നിന്നു. നീ നല്ലോണം പ്രിപ്പയർഡ് ആയിട്ടില്ലേ? ആളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഉള്ള സർട്ടിഫിക്കറ്റ് ഒന്നും പോരാ. എങ്കിൽ പിന്നെ ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ ഇന്നലെ വരെ ഇതല്ലല്ലോ പറഞ്ഞത്. ആനയാണ് ചേനയാണെന്നൊക്കെയല്ലേ. അത് പിന്നെ ആദ്യം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകുമ്പോൾ മേലെ ഇരിക്കുന്ന ലോകന്മാർക്ക് ഒരിത്തിരി ഇളക്കം കൂടുതലുണ്ടാവില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പ്രായത്തിലുള്ളവനാവുമ്പോൾ. അതാണ് MD എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരുതി വല്ല കിളവനുമാണെന്ന്. നമ്മുടെ പ്രായം എന്നൊക്കെ പറയുമ്പോൾ ലവനൊക്കെ ഈ പ്രായത്തിൽ എങ്ങനെ ഈ സ്ഥാനത്തെത്തി? അതൊക്കെ ഓരോരുത്തരുടെ യോഗം. അല്ല, നീ ഇതൊന്നും കേട്ടിട്ട് പേടിക്കണ്ട. നീ ജോലിക്ക് പോയിട്ട് വേണ്ട നിന്റെ കുടുംബം കഴിയാനെന്ന് എനിക്കറിയാം. എന്നാലും നിന്നെയൊന്ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നീ എൻ്റെ കൂടെ തന്നെ വേണമെന്ന് കരുതിയത്. ആരായാലും എന്തായാലും ഞാൻ സഹിക്കും. അത് മതി, മനു ആശ്വാസത്തോടെ പറഞ്ഞു. പോട്ടടാ. സെലക്ട് ആയെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം. പിന്നെ നിൻ്റെ ഈ പോക്ക് നിൻ്റെ പെണ്ണ് പോയ പോലെ ആവരുത്. ഞാനൊരു വരവങ്ങ് വരും. മനു അവനെ നോക്കി ആജ്ഞ പോലെ പറഞ്ഞതും ഷാൻ ഒന്ന് ചിരിച്ചു. ഫോണെടുത്ത് അവളുടെ പിക്ക് നോക്കി ഇരുന്നു കൊണ്ടായിരുന്നു അവൻ്റെ യാത്ര. നിൻ്റെ പെണ്ണ്. മനുവിൻ്റെ ആ വാക്കുകൾ ഓർത്ത് അവനൊന്ന് പുഞ്ചിരിച്ചു. ഇൻ്റർവ്യൂവും കഴിഞ്ഞു, സെലക്റ്റുമായി. പിന്നെ MD നീ പറഞ്ഞ പോലെ ശരിക്കും ഒരു യങ്സ്റ്റാറാണ്. നല്ലതുപോലെ ബോധിച്ചെന്ന് തോന്നുന്നു. ബോധിച്ചു. ബാക്കിയൊക്കെ പിന്നീടല്ലേ. നീ ഇന്ന് വരുന്നുണ്ടോ? അതോ ഇന്നും നാളെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി മറ്റന്നാൾ മോർണിംഗ് ലാൻഡ് ആയിക്കോളാം. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സൊന്ന് ശാന്തമായതുപോലെ. അത് ശരി, ഇത് ഞാൻ പറഞ്ഞതുപോലെ ആയോ? ഇൻ്റർവ്യൂവും കഴിഞ്ഞു, സെലക്റ്റുമായി. പിന്നെ MD നീ പറഞ്ഞ പോലെ ശരിക്കും ഒരു യങ്സ്റ്റാറാണ്. നല്ലതുപോലെ ബോധിച്ചെന്ന് തോന്നുന്നു. ബോധിച്ചു. ബാക്കിയൊക്കെ പിന്നീടല്ലേ. നീ ഇന്ന് വരുന്നുണ്ടോ? അതോ ഇന്നും നാളെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി മറ്റന്നാൾ മോർണിംഗ് ലാൻഡ് ആയിക്കോളാം. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സൊന്ന് ശാന്തമായതുപോലെ. അത് ശരി, ഇത് ഞാൻ പറഞ്ഞതുപോലെ ആയോ? ഇനി അങ്ങോട്ട് നിന്നെ കാണുമോ? ഞാൻ അന്വേഷിച്ച് വരണോ? ഷാൻ ഒരു ചിരിയോടെ ഫോൺ കട്ട് ചെയ്തു. ആ ദിവസം മുഴുവൻ അവൻ അവിടെയൊക്കെ സമയം കളഞ്ഞു. മനസ്സിൽ കടന്നുകൂടിയ ഭാരം ഇറക്കി വെച്ച പോലെ തോന്നി അവന്. ഇരുട്ടി തുടങ്ങിയതും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനിരുന്നതും വെയിറ്റർ വന്ന് ഓർഡർ സ്വീകരിച്ചു പോയി. ഫുഡ് വരുന്നതുവരെ അവൻ അവിടെയൊക്കെ ഒന്ന് നോക്കി കാണുമ്പോൾ പരിചിതമായ ആ മുഖം അവൻ്റെ കണ്ണുകളിലുടക്കി. വെയിറ്റർ വേഷത്തിൽ അവളെ കണ്ടതും അവൻ കാണുന്നത് വിശ്വസിക്കാനാവാതെ ഇരുന്നു. സർ. ഫുഡ് മുന്നിൽ നിർത്തി അയാൾ വിളിച്ചതും ഷാൻ ബോധം വന്നതുപോലെ ചാടി എഴുന്നേറ്റു. അവൻ്റെ ചുണ്ടുകൾ ദിയ എന്ന് മൊഴിയാൻ തുടങ്ങിയതും മമ്മി എന്ന വിളിയോടെ ഒരു കുഞ്ഞ് അവൾക്കരികിലേക്ക് ഓടി വന്നതും അവൾ അവൻ്റെ അടുത്തായി മുട്ടുകുത്തിയിരുന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ ഉമ്മ വെച്ചു.
അത് കേട്ടതും അവൻ്റെ നോട്ടം അങ്ങോട്ടായി. അവർക്കരികിലേക്ക് പുഞ്ചിരിയോടെ വന്ന ആളെ കണ്ടതും ഷാൻ തറഞ്ഞു നിന്നു. ഇന്ന് ഞാൻ കണ്ട MD. അവൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് അയാളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഷാൻ വേദനയോടെ നോക്കി നിന്നു. അവൾ തലയിലുള്ള ക്യാപ്പ് മൂരിവെച്ച് അയാളോടൊപ്പം നടന്നു നീങ്ങിയതും ഷാനുവിൻ്റെ കാലുകളും അവർക്ക് പിന്നാലെ ചലിച്ചു. അവനരികിൽ ഉള്ള സീറ്റിൽ അവളെ ഇരുത്തി കാറുമായി അയാൾ മുന്നോട്ട് നീങ്ങിയതും ഷാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവളുടെ ആരായിരിക്കും അവർ? എന്തിനാണ് ആ കുഞ്ഞവളെ മമ്മി എന്ന് വിളിച്ചത്? അവൻ പല ചോദ്യങ്ങളും സ്വയം ചോദിച്ചു. ഇനി അയാൾ അവളെ വിവാഹം ചെയ്തു കാണുമോ? അതും ഇത്രയും വലിയൊരു ബിസിനസ്മാനെ? ആ കുഞ്ഞാരാവും? 2 വർഷമല്ലേ അവളിവിടെ വന്നിട്ടായുള്ളൂ. ആ കുഞ്ഞിനാണെങ്കിൽ 4-5 വയസ്സ് പ്രായം കാണും. ഇനി അയാൾ അവളെ വിവാഹം ചെയ്ത് കാണുമോ? ഷാൻ എന്തൊക്കെയോ ചിന്തിച്ച് മുറിയിലെത്തി. ഒരുപാട് ആഗ്രഹിച്ചതാണ് അവളുടെ മുഖമൊന്ന് കാണാൻ. പക്ഷേ മറ്റൊരാളുടെ കൂടെ അവളെ കണ്ടപ്പോൾ കാണേണ്ടിയിരുന്നില്ല എന്നുവരെ തോന്നിപ്പോയി. ആ കാഴ്ച തന്നെ അവൻ വീണ്ടും വീണ്ടും ഓർത്ത് ഉറക്കമില്ലാതെ ഇരിക്കുമ്പോഴാണ് അവന് മനുവിനെ ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ അവൻ ഫോൺ എടുത്ത് മനുവിനെ കോൾ ചെയ്തു. നീ എന്ത് ഷാൻ ഈ നേരത്ത്? മനു ഉറക്കച്ചവടോടെ ചോദിച്ചു. മനു, ഞാൻ കണ്ടു. എൻ്റെ ദയ്യം ഞാനിന്ന് കണ്ടടാ. സത്യമാണോ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവൾ എന്നെ കണ്ടിട്ടില്ല. ഇത്രയും കാലം ഞാൻ അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടന്നത്. പക്ഷേ ഇന്ന് തോന്നുക ഇങ്ങനെയാണെങ്കിൽ അവളെ ഒരിക്കലും കാണേണ്ടിയിരുന്നില്ലെന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് അവളുടെ വിവാഹം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. തോന്നിയതിനാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അല്ല മനു, എൻ്റെ വെറും തോന്നലല്ല, സത്യമാണ്. അവൾ പോയത് നിന്റെ MDയുടെ കൂടെയാ. ആര്? സമീൻ സാറോ? പക്ഷേ അയാൾ ഓൾറെഡി മാരീഡാണല്ലോ. ഒരു മോനുണ്ടെന്നാണ് എൻ്റെ അറിവ്. അയാളുടെ മോനും അവരോടൊപ്പം ഉണ്ട്. അവൾ വന്നിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ. ഇത് 4-5 വയസ്സുള്ള മോനാണ്. അയാളുടെ സെക്കൻഡ് മാരീഡ് ആവും ദിയ. അവൻ അയാളെ ഡാഡിയെന്നും ദിയെ മമ്മിയെന്നും വിളിക്കുന്നത് ഞാൻ കേട്ടതാ. ഇനി അയാൾ അവളെ വേറെ വല്ല ഉദ്ദേശത്തിലും കൂടെ കൊണ്ടുപോയതാണോ എന്ന് ആർക്കറിയാം. കമ്പനിയിൽ ആർക്കും സാറിനെ പറ്റി വലിയ അറിവില്ല. എങ്കിലും ആരും ഇന്നവരെ അയാളെപ്പറ്റി മോശമായി ഒന്നും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. മാന്യനാണ്. എങ്കിലും ഞാൻ അന്വേഷിക്കട്ടെ. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല മനു. അവൾ ഹാപ്പിയാണ്. പക്ഷേ അവൾ എന്തിനാ പിന്നെ വെറും ഒരു വെയിറ്ററായി ജോലി ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ അവളെ കണ്ടിട്ട് അവളെപ്പറ്റി ഒന്ന് അന്വേഷിച്ചോ? എന്തോ അവളെ അയാളോടൊപ്പം കണ്ടപ്പോൾ ഒന്നിനും തോന്നിയില്ല. അപ്പോൾ തന്നെ ഞാനിങ്ങ് പോന്നു. ബെസ്റ്റ്. എടാ, ആദ്യം നീ അവളെപ്പറ്റി അവിടെയൊക്കെ അന്വേഷിക്കുക. ഇനി അയാൾ അവളെ വിവാഹം ചെയ്തതാണോ എന്നെങ്കിലും അറിയാമല്ലോ. അങ്ങനെയൊന്നും കേൾക്കാൻ എനിക്കാവില്ല മനു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്നെ കണ്ട അവളെല്ലാം മറന്ന് നിൻ്റെ കൂടെ വരും. അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല മനു. അല്ലെങ്കിലും ഒരു വിഡ്ഢിയായി അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നതിനും ഭേദം ഇങ്ങനെയൊക്കെ ജീവിതം തീർക്കുന്നതാ. അവൾക്ക് നിന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ നിന്നെ മനസ്സിലാവാ? നീ ആദ്യം ഒന്ന് കൂളായി ചെന്ന് ഉറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നാളെ കാലത്ത് അവളെ കണ്ട റെസ്റ്റോറൻറ്റിൽ ചെന്ന് അന്വേഷിക്കുക. വീണ്ടും പ്രതീക്ഷകൾ അവസാനിച്ചതുപോലെ അവൻ ബെഡിലേക്ക് കടന്നു. അവനോടൊപ്പം അവളെ കണ്ടത് മാത്രമായിരുന്നു അവൻ്റെ ചിന്തയിൽ. കാലത്ത് തന്നെ അവൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. വെയിറ്റർ വന്നതും ഷാൻ പ്രതീക്ഷയോടെ അയാളെ നോക്കി. ഇവിടെ നിങ്ങളോടൊപ്പം ജോലി ചെയ്തൊരു പെണ്ണില്ലേ, ദിയ, അവളിന്ന് വന്നില്ലേ? നിങ്ങളാരാ? അവളുടെ ഭർത്താവ് എന്ന് പറയാൻ അവൻ്റെ നാവ് വഴങ്ങിയില്ല. ഇന്ന് അതല്ലെന്ന് അവൻ ഓർത്തു. ഞാനിവിടെ വന്നപ്പോൾ ആ കുട്ടിയെ കണ്ടിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാ മനസ്സിലായത് എൻ്റെ നാട്ടില. ഓ, മാഡം ഇന്ന് ലീവാ. നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നതല്ലേ, പിന്നെന്തിനവരെ മാഡം എന്നൊക്കെ വിളിക്കുന്നത്? മാഡത്തിനിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ മാഡത്തിൻ്റെയാ. എങ്കിലും മാഡം ഇവിടെ വന്നപ്പോൾ തൊട്ട് ഈ ജോലിയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും നല്ല തിരക്കുള്ള സമയം അവർ ആ ജോലി ചെയ്യും. അത് കേട്ടതും അവൻ്റെ നെഞ്ച് നീറി. ഒരു രാജകുമാരിയെപ്പോലെ കഴിയേണ്ടവളാണ്. എല്ലാ സങ്കടവും നെഞ്ചിലിട്ട് അവൾ ഈ ജോലിയായിരുന്നു ചെയ്തത്. അവൻ വിഷമത്തോടെ അവിടെയൊക്കെ ഒന്ന് നോക്കി. സമീൻ സാറാണോ അവരുടെ ഹസ്ബൻഡ്? സാറിന് വേറെ വൈഫൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഇപ്പോൾ ഒരുമിച്ചല്ല താമസം. പിന്നെ മാഡം സാറിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷേ എന്നും മാഡം ഇപ്പോൾ സാറിനൊപ്പമാണ്. ഡാ, അവളെപ്പറ്റി അനാവശ്യം പറയുന്നോ? ഷാൻ സ്വയം മറന്ന് അവൻ്റെ കോളറിൽ പിടുത്തമിട്ടു. വിട് സാറേ, മാഡം സാറിനൊപ്പം പോകുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ
സ്റ്റോപ്പ് ഇറ്റ്. ആരെക്കാളും നന്നായി അവളെ എനിക്കറിയാം. നിൻ്റെയൊക്കെ സാർ വൃത്തിയേറ്റവനാണെന്ന് കരുതി കൂടെയുള്ള പെണ്ണും അവനെ പോലെയാണെന്ന് കരുതണ്ട. അവൻ അയാളെ പിടിച്ച് തള്ളി ഇറങ്ങി. കേട്ടതൊന്നും വിശ്വസിക്കാനാവുന്നില്ല.